ഇനിയും റിപ്പീറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ്. ഞങ്ങളങ്ങനെ കാട്ടിലൂടെ വന്ന് അവസാനം കൊല്ലൂർ മൂകാംബിക എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ എത്തി റൂം എടുത്തു, നന്നായി ഒന്ന് ഉറങ്ങി ഫ്രഷായി എഴുന്നേറ്റ് ഇപ്പോൾ പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ലൊരു സാധനം മേടിച്ചായിരുന്നു, ഞാൻ ഇതാണ് സാധനം. ഇത് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നമുക്കതാ കുറേ കളേഴ്സിലും ഇതിലൊക്കെ കിട്ടിക്കോളൂ. അപ്പോൾ നമ്മുടെ ഇമ്മ ഇവിടെ നല്ല എഡിറ്റിങ്ങിലാണ്, ഇക്കാക്ക അവിടെ ഓൺലൈൻ ക്ലാസ്സിലാണ്. അപ്പോൾ അമ്മൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങളുടെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ടാവും. ഞാനിതാകണ്ടോ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പുറത്തിറങ്ങിയത് കേട്ടോ. കാരണം തലേന്നത്തെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് യാത്ര ചെയ്തു, പിന്നെ തലേദിവസം ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ തീർത്താണ് ഞങ്ങളന്ന് ഇറങ്ങിയത്. വെള്ളം ഞങ്ങൾ ഫുള്ള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. ഇവിടെ ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങി. ഇനി നമ്മൾ ജീപ്പ് വിളിച്ചാണ് കുടജാദ്രിയിലേക്ക് പോകുന്നത്. ടെമ്പിളിൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ജീപ്പ് കിട്ടും. ഏകദേശം ഇവിടെ നിന്ന് 37 കിലോമീറ്ററാണ് ദൂരം. അത്യാവശ്യം നല്ല സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ്. കുറച്ച് ദൂരം പോയപ്പോൾ ചെറിയൊരു കവല എത്തി. അപ്പോൾ അവിടെ വണ്ടി ഒന്ന് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചു. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ടാറിട്ട ഒരു റോഡിൽ കൂടെയാണ് വന്നത്. പിന്നെ ഇതിപ്പോൾ വണ്ടി തിരിഞ്ഞു, ഒരു ഓഫ് റോഡ് ആയിട്ടുണ്ട്. ഒന്നും അല്ല കേട്ടോ. കുറച്ച് ദൂരം കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സ്വഭാവവും വീതിയും ഒക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത് കുഴപ്പമില്ലല്ലോ, കാറൊക്കെ വിടാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ മെല്ലെ വണ്ടി സ്ലോ ആക്കിയിട്ട് പറഞ്ഞു, മോളെയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം, ഇനി വരാൻ പോകുന്ന റോഡ് കുറച്ച് മോശം റോഡാണ്. ഞാനും കൂടി അങ്ങോട്ട് തെച്ചു. ഒരു വിധം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വരണത് കേട്ടോ. ശരിക്കും പെട്ടു വിചാരിച്ചു ഞങ്ങൾ. ഞങ്ങൾ ഇറങ്ങണോ? ഇറങ്ങല്ല. ഇപ്പൊ ചാടി നമുക്കൊരു മുട്ടും പണി.
ഒരു 10 കിലോമീറ്റർ ദൂരം, ഒന്നും പറയാനില്ല, അതിഭീകര യാത്ര തന്നെ ആയിരുന്നു. ശരിക്കും ഒരു ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയല്ല ഇത് കേട്ടോ. കുറച്ച് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓഫ് റോഡ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഒരുപാട് പറഞ്ഞു കേട്ടിട്ടും അങ്ങനെയൊക്കെ കുടജാദ്രി പോകണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല കേട്ടോ. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയൊന്ന് പിടിവിട്ട ഒന്നുകിൽ നമ്മൾ സീറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിക്കും, അല്ലെങ്കിൽ നമ്മളെ തല മേലെ പോയിട്ട് ഇടിക്കും. അപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചാണ് നമ്മൾ പിടിച്ചൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പെർ ഹെഡ് 350 റുപ്പീസാണ് ഈ ഒരു ട്രിപ്പിന് ഇവർ വാങ്ങിക്കുന്ന ചാർജ്. അപ്പോൾ അതിൽ തന്നെ 8 പേരെയാണ് മാക്സിമം ഇവർ കൊള്ളിക്കുന്നത്. ഫ്രണ്ടിൽ 2 പേരും ബാക്കിൽ 6 പേരുമായിട്ടാണ് ഇരുത്തുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 7 പേരേ ഉള്ളൂ എങ്കിലും നമ്മൾ 8 പേരുടെ ചാർജ്, അതായത് ഒരു 2800 രൂപ കൊടുത്താൽ നമ്മളെ കൊണ്ടുപോകും അവർ. അപ്പോൾ ഞങ്ങൾ 4 പേരും പിന്നെ വേറെ പുറത്തുനിന്നുള്ള 3 പേരുമാണ് ഉണ്ടായിരുന്നത്, 7 പേര്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി 2800 ഷെയർ ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഒരു വിധം ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര കഴിയുമ്പോൾ തന്നെ നമ്മൾ പകുതി ടയർഡാവും കേട്ടോ. ഇവിടെയാണ് ദേവിയുടെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തിന്, ദേവിയെ വന്ന് കാണാനുള്ള സൗകര്യത്തിനാണ് മൂകാംബികയിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. ഇവിടുന്ന് നമ്മളിനി പോകാൻ പോകുന്നത് ശങ്കരപീഠത്തിലേക്കാണ്. സർവജ്ഞ പീഠമെന്നും പറയും. അവിടെയാണ് ശ്രീ ആദി ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം. തപസ്സിരുന്ന് ദേവിയെ സന്തോഷിപ്പിച്ച് ദേവി ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മേലേക്ക് കയറാനുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു വഴിയാണ്. ശ്വാസം ഭയങ്കര പ്രശ്നമാവുന്നതുകൊണ്ട് മാസ്കൊക്കെ ഞങ്ങൾ തൽക്കാലം ഊരി വെച്ച് എന്നിട്ടാണ് നടക്കുന്നത്. ഭയങ്കര വരി കതുക്കുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. പാമ്പ് എവിടെ പോയോ? എന്ത് പാമ്പാ? വലിയ പാമ്പാ? എനിക്ക് ഇനി മേലേക്ക് നടക്കാണ്ട്. വല്ല കാര്യമുണ്ടാ? വളരെ ക്ലൈമറ്റ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സുഖമുണ്ട്. നല്ല കാറ്റും കഴിഞ്ഞു പോയി തോന്നുന്നുണ്ട് അല്ലേ? അതാ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഈ കുടജാദ്രി മലനിരകൾ സഹ്യപർവ്വതത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഈ 1.5 കിലോമീറ്റർ യാത്ര എന്ന് പറയുന്നത് ഒരു മലയിലൂടെയല്ല, ഒരുപാട് മലകളിലൂടെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ചില സമയത്ത് നമുക്ക് കാട് ആസ്വദിക്കാം, ചിലപ്പോൾ കാറ്റ് ആസ്വദിക്കാം, ചിലപ്പോഴാവട്ടെ ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നും, ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും, ചില സമയത്ത് ചൂട്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും ഒരേ സമയം ആസ്വദിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണിത് കേട്ടോ. ഇവിടുന്ന് ഇനിയും ദൂരമുണ്ട് ശങ്കരപീഠത്തിലേക്ക്. പക്ഷെ അതേറ്റവും എൻഡിങ് പോയിൻ്റാണ് മലയുടെ. പക്ഷേ എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം കാലൊക്കെ വല്ലാണ്ട് കടഞ്ഞു. എനിക്ക് ഓൾറെഡി കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പെയിൻ ഉള്ളതാണ്. അപ്പോൾ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതങ്ങ് കൂടി. പിന്നെ നമ്മൾ
ഞാനും ഇത്രയും കയറാനുണ്ട് നടക്കാനുണ്ട് എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷൂ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് കയറാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവരാരും പോയില്ല. ഞാൻ കുറേ പറഞ്ഞു കയറാൻ. ശരിക്കും എനിക്കിപ്പോൾ ഭയങ്കര ഒരു നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമ്മളങ്ങനെ ഏകദേശം താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ജീപ്പിൽ യാത്രയാണ്. അപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3:15 ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ നമ്മൾ മേലെ കയറി വരണം, ഇല്ലെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും, വെയിറ്റിംഗ് ചാർജ്. അപ്പോൾ ഒരു 3:15 ആകുമ്പോൾ ആണ് നമ്മൾ ടൈം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ക്യാമറ അടിച്ച് നോക്കട്ടെ പ്ലീസ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ താഴെത്തി. നല്ല വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞ കറക്റ്റ് ടൈമിൽ അവർ നമുക്കൊരു ടൈം തരും. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തണം. അപ്പോൾ അതേ ടൈമിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമാണ് അല്ലമ്മ? അപ്പോൾ അമ്മി വഴിക്ക് വീഴിട്ട. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. അതാ ഇമ്മ എടുത്തത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നടക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ ഡോറാബൂജി പോലെ ഉണ്ട്. കാക്കത അവിടുന്ന് ഇപ്പോൾ കുറച്ച് വെള്ളം കുടിച്ച് മുപ്പരാൾ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കൊണ്ട് അത് പേടിക്കേണ്ട വെള്ളമൊന്നും, വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. കാക്കയുടെ നല്ല കുടിയിലൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു അമ്പലം, ഇവിടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. കീപ് യുവർ ഫുഡ്. നമ്മുടെ കാല് ഇത് ഇവിടെ അയച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. കാല് ഇത് ഇവിടെ അഴിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം. സോറി, ഞാൻ ഇച്ചിരി പണി ഉദ്ദേശിച്ചു. നമ്മളെ ആള് വരുന്നുണ്ട്. നിങ്ങളെല്ലാളും രണ്ടാളും അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ കുടജാദ്രി വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ ദിവസം അവസാനിക്കുന്നില്ല. നമുക്കിനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട് വീഡിയോ. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പറ്റുന്നവരും ഇവിടെ വരണം. എന്നിട്ട് ഈ ഒരു യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് അത് അനുഭവിച്ച് തന്നെ അറിയണം. യാത്ര എങ്ങനെയുണ്ട്? പിടിച്ചിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നൊക്കെ വെച്ചാൽ ഇതുവരെ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഇതേ കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. ഇപ്പൻ്റെ തല ഉമ്മൻ്റെ തല ഒക്കെ മുട്ടുന്നുണ്ട്. നല്ല ആരോഗ്യം. നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഇവിടെ 4 വീൽ ഡ്രൈവാണ് പറ്റുള്ളൂ. പിന്നെ കൂടുതൽ അതിസാഹസികത ആവശ്യമുള്ളവർക്ക് നടന്നിട്ടും അതുപോലെ തന്നെ ബൈക്കിലും ഒക്കെ വരാം. അതുപോലെ തന്നെ മഴക്കാലത്ത് ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ റോഡിലൊക്കെ വഴുക്കലും ഒക്കെ ഉണ്ടാവും, കൂടുതൽ റിസ്ക്കിയാണ്. അതുപോലെ തന്നെ മലക്കയറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരു ചെറിയ ടോൾ ഉണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് നമ്മൾ പെർ ഹെഡ് 25 റുപ്പീസ് ഇവിടെ കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽസോ കവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു എമൗണ്ട് ഇവിടെ കെട്ടിവെക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അവരത് എണ്ണി നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് തിരിച്ചു തരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.
നമുക്കപ്പോൾ മൂകാംബികയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.